തീർത്ഥാടന ടൂറിസം പദ്ധതിയുടെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് സർക്കാർ 2 കോടി രൂപ കോട്ടയത്തെ ചെറിയ പള്ളിക്ക് ബഡ്ജറ്റിൽ നീക്കിവെച്ചതായി മനോരമയിൽ വന്ന വാർത്തയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ വാർത്തയിൽ ചെറിയ പള്ളിയുടെയും വലിയ പള്ളിയുടെയും സംക്ഷിപ്ത ചരിത്രവും നൽകിയിട്ടുണ്ട്. വലിയ പള്ളിയാണ് ആദ്യം നിർമ്മിക്കപ്പെട്ടത്. 1550 തെക്കുംകൂറിന്റെ കോട്ടയുടെ സമീപത്ത് രാജാവായിരുന്ന ഗോദവർമ്മ തമ്പുരാന്റെ അനുമതിയോടെയാണ് കോട്ടയത്തെ ആദ്യ ക്രിസ്ത്യൻ പള്ളി പണിതത്. 1579 രണ്ടാമത്തെ പള്ളിയായ ചെറിയ പള്ളി നിർമ്മിച്ചത്. പോർച്ചുഗീസുകാരുടെ സ്വാധീനം ഈ 2 പള്ളികളുടെയും നിർമ്മാണത്തിൽ ഉണ്ടായിരുന്നു. ഈ 2 പള്ളികളും ഓർത്തഡോക്സ് സഭക്കാരുടെ നിയന്ത്രണത്തിലാണുള്ളത്. 1811 ആദ്യമായി ബൈബിൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത്. ഇതിന് റമ്പാൻ ബൈബിൾ എന്നാണ് പേര്. മലങ്കര ഓർത്തഡോക്സ് സിറിയൻ സഭയിലുണ്ടായിരുന്ന കായംകുളംകാരൻ ഫിലിപ്പോസ് റമ്പാൻ എന്ന വ്യക്തിയാണ് ക്ലോഡിയസ് ബുക്കാനൻ എന്ന ബ്രിട്ടീഷ് മിഷണറിയുടെ സഹായത്തോടെ ബൈബിൾ മലയാളവും തമിഴും കൂടിക്കലർന്ന ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത്. പുതിയ നിയമം അഥവാ ന്യൂ ടെസ്റ്റ്മെന്റിലെ 4 സുവിശേഷങ്ങൾ മാത്രമാണ് ഇപ്രകാരം തർജ്ജമ ചെയ്യപ്പെട്ടത്. പിന്നീട് 1829 പുതിയ നിയമം പൂർണ്ണമായി ബെഞ്ചമിൻ ബെയ്ലി പ്രസിദ്ധീകരിച്ചത്. തുടർന്ന് 1838 ബെയ്ലി പഴയ നിയമത്തിന്റെ വിവർത്തനം പൂർത്തിയാക്കിയിരുന്നു. പുതിയ നിയമവും പഴയ നിയമവും ചേർത്ത് സമ്പൂർണ്ണ ബൈബിൾ ആദ്യമായി മലയാളത്തിൽ പ്രസിദ്ധീകൃതമായത് 1841 ബെഞ്ചമിൻ ബെയ്ലിയാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കാനും അപമാനിക്കാനും അയാൾ ഇതിന് സത്യവേദ പുസ്തകം എന്ന് പേരിടുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ ക്രിസ്ത്യാനികൾ സാധാരണയായി ഉപയോഗിക്കുന്ന ബൈബിൾ 1910 പുതുക്കി പ്രസിദ്ധീകരിച്ചതാണ്. പറഞ്ഞു വരുന്നത് 1550 കോട്ടയത്ത് ക്രിസ്ത്യൻ പള്ളി പണിയുവാൻ അനുവാദം കൊടുത്ത ഗോദവർമ്മ തമ്പുരാന് ക്രിസ്തുമതത്തെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ലായിരുന്നു എന്നാണ്. ഹിന്ദു രാജാക്കന്മാർക്ക് ബൈബിളിന്റെ സ്വഭാവം മനസ്സിലായപ്പോഴേക്ക് വൈകിപ്പോയിരുന്നു. ജയ് ഭാരത് മാതാ.